Hello everyone, welcome back to Xylem, welcome back to the world of English. നിങ്ങളുടെ സ്വന്തം നാച്ചു സാറാണ്. 8ാം ക്ലാസ് ഇംഗ്ലീഷിൽ ഉറപ്പായും ചോദിക്കുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് പ്രൊഫൈൽ റൈറ്റിംഗ് എന്ന് പറയുന്നത്. 4 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഉറപ്പായും നിങ്ങൾ ആ ചോദ്യം കാണുമ്പോൾ എക്സൈറ്റഡ് ആയിരിക്കണം. ബിക്കോസ് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസ്കോഴ്സ് ആണത്. എങ്ങനെയാണ് 4 മാർക്കും കിട്ടുന്ന രീതിയിൽ പ്രൊഫൈൽ എഴുതേണ്ടത്, പ്രൊഫൈൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാനും മറന്നു പോകരുത്. ലെറ്റ്സ് ബിഗിൻ. പ്രൊഫൈൽ റൈറ്റിംഗിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഒരു ക്വസ്റ്റ്യൻ, ഒരു ഡെമോ ക്വസ്റ്റ്യൻ എടുക്കുവാണ്. മായ ഏഞ്ചലോയുടെ പ്രൊഫൈലാണ് നിങ്ങളോട് എഴുതാൻ വേണ്ടി പറഞ്ഞത് എന്ന് വിചാരിക്കും. Prepare a brief profile of Maya Angelou based on the details below. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഓൾറെഡി എന്ത് തന്നിട്ടുണ്ടാവും, ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഡീറ്റെയിൽസിനെ കൃത്യമായി സെന്റൻസുകളാക്കി മാറ്റി ഒരു പാരഗ്രാഫ് എഴുതി കഴിഞ്ഞാൽ, വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ എഴുതുക എന്നുള്ളതല്ല, തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യാണ്, ആ ഓർഡറിൽ സിസ്റ്റമാറ്റിക്കായി പ്രോപ്പർ സെന്റൻസുകളായി എഴുതുക എന്നുള്ളതാണ്. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾക്ക് ആരുടെ പ്രൊഫൈൽ തന്നാലും കുഴപ്പമില്ല. അത് മായ ഏഞ്ചലോയുടെ ആയിക്കോട്ടെ, ഓ ഹെൻറിയുടെ ആയിക്കോട്ടെ, വേറെ ആരുടെങ്കിലും ആയിക്കോട്ടെ. നമ്മൾ ആദ്യം ചെയ്യാം, ആരുടെ പ്രൊഫൈലാണോ എഴുതാൻ പറഞ്ഞത് ആളുടെ പേരെന്ത് ചെയ്യുക, ടൈറ്റിലായിട്ട് എഴുതുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇപ്പൊ മായ ഏഞ്ചലോയുടെ പ്രൊഫൈലാണ് എഴുതാൻ വേണ്ടി പറഞ്ഞെങ്കിൽ മായ ഏഞ്ചലോ എന്ന് എന്ത് ചെയ്യുക, ഹെഡിങ് കൊടുക്കുക. മായ ഏഞ്ചലോ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, പ്രൊഫൈൽ ഓഫ് മായ ഏഞ്ചലോ എന്ന് എഴുതാം. ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ടൈറ്റിൽ നിർബന്ധമായിട്ടും കൊടുത്തിട്ടുണ്ടാവണം. ഓക്കെയാണ്. എന്നിട്ട് നമ്മൾ ഈ ഓർഡറിൽ തന്നെ ഇൻഫർമേഷൻ എന്ത് ചെയ്യുക, ഇലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം, മായ ഏഞ്ചലോ എന്ന ആളുകൾ പൊതുവെ ആ റൈറ്ററിനെ, പോയറ്റിനെ വിളിക്കുന്ന പേരാണ്. പുള്ളിക്കാരത്തിന്റെ റിയൽ നെയിം മാർഗരറ്റ് ആനി ജോൺസൺ എന്നാണ്. മാർഗരറ്റ് ആനി ജോൺസൺ എന്നാണ്. 2, ഏത് മേഖലയിലാണ് പുള്ളിക്കാരത്തി ഫേമസ് ആയത്? പോയറ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് 2 സെപ്പറേറ്റ് സെന്റൻസ് ആയിട്ട് എഴുതാം. എങ്ങനെ? മായ ഏഞ്ചലോ ഹൂസ് റിയൽ നെയിം വാസ് മാർഗരറ്റ് ആനി ജോൺസൺ. ഓക്കെ. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇത് 2ഉം ക്ലബ് ചെയ്തിട്ട് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് എപ്പോഴും ഇതൊരു മരിച്ച ആള് അല്ലെ, ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ വോസ് എന്നാണ് എഴുതുക. ജീവിച്ചിരിപ്പുള്ള ആളാണെങ്കിൽ നമ്മൾ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. എങ്ങനെയാണ്? മായ ഏഞ്ചലോ ഹൂസ് റിയൽ നെയിം ഈസ് എന്നാണോ വാസ് എന്നാണോ എഴുതേണ്ടത്? വാസ് എന്നാണ് എഴുതേണ്ടത്. കാരണം എന്താ, പുള്ളിക്കാരത്തി മരിച്ചു പോയിട്ടുണ്ട്, ഷീസ് നോ മോർ. ഇനി ഹൂസ് റിയൽ നെയിം വാസ് ഡാഷ്, അതെന്താ നിങ്ങൾ ഇവിടുന്ന് എഴുതുക? എന്താണ്? മാർഗരറ്റ് ആനി ജോൺസൺ. കഴിഞ്ഞിട്ടില്ല. നോൺ ആസ് പോയറ്റ്, എസ്സേയിസ്റ്റ്, സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ്. എന്തൊക്കെയാണ്? കവിയാണ്, എസ്സേയിസ്റ്റ് ആണ്, മനുഷ്യാവകാശ പ്രവർത്തകയാണ്, സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. അപ്പൊ ഒന്നുകൂടെ വായിച്ചു നോക്കും. മായ ഏഞ്ചലോ ഹൂസ് റിയൽ നെയിം വാസ് ഡാഷ്, എന്നിട്ട് ഇവിടെ ഒരു കോമ ഇടാം. കാരണം നമ്മൾ ആ ഇൻഫർമേഷൻ പറഞ്ഞു. എന്നിട്ട് അതിന്റെ കൂടെ പറയാണ് വാസ്, എ ആണോ ആൻ ആണോ? പോയറ്റ് എന്നാണ്. അപ്പൊ വാസ് എ പോയറ്റ്, കോമ എസ്സേയിസ്റ്റ്, എന്നിട്ടോ ആൻഡ് എ സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ്. ഇവിടെ നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത് അല്ലെ? ആക്ടിവിസ്റ്റ് 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? പോയറ്റ് ആണ്, എസ്സേയിസ്റ്റ് ആണ്, സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആണ്. സോ 3 കാര്യങ്ങളാണ് തന്നതെങ്കിൽ ഒന്നാമത്തത് കഴിഞ്ഞ് കോമ ഇടുക, എന്നിട്ട് രണ്ടാമത്തെ കഴിഞ്ഞ് ആൻഡ് എഴുതുക. ഇത് 4 കാര്യങ്ങളാണ് തന്നതെങ്കിൽ എ, ബി, സി ആൻഡ് ഡി എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? അടുത്തത് ബർത്ത്. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഒരാളുടെ ബർത്ത് ഡേറ്റ് തരുമ്പോൾ അവിടെ കംപ്ലീറ്റ് ഡേറ്റ്, അതായത് മാസവും തീയതിയും വർഷവും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇയറും മന്തും ഡേറ്റും തന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ഇയറും മന്തും ഡേറ്റും തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മുമ്പിൽ ഓൺ എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ആണ് ചേർക്കേണ്ടത്. ഓൺ. ഞാൻ ഇങ്ങനെ ഓർമ്മിച്ചു വെക്കുക, ഈ ഓൺ എന്നിങ്ങനെയല്ലേ വായിക്കുക? ഓൺ. അതായത് നിങ്ങൾക്ക് ഓൾ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബർത്തിന്റെ മുമ്പിൽ എന്ത് ചേർക്കും? ഓൺ ചേർക്കും. ഇനി നിങ്ങൾക്ക് വർഷം മാത്രം, ഇയർ മാത്രമേ തന്നിട്ടുള്ളെങ്കിലോ ഇന്ന് ചേർത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഇയറും മന്തും മാത്രം, അങ്ങനെ തരാറില്ല, പക്ഷെ ചിലപ്പോൾ പറ്റിക്കാൻ തരും. ഇയറും മന്തും മാത്രമേ തന്നുള്ളൂ, ഡേ തന്നില്ല, 18 ആണോ 17 ആണോ 25 ആണോ തന്നില്ല, അപ്പോഴും നിങ്ങൾ എന്തേ ഉപയോഗിക്കാവുള്ളൂ? ഇന്നേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താ ചെയ്യേണ്ടത്?
ബർത്തിന്റെ മുമ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യം ഹി ആണോ ഷീ ആണോ എന്നൊന്നും തെറ്റിപ്പോരുതേ. ഷീ വാസ് ബോൺ ഓൺ തെറ്റിപ്പോരുത്. നമ്മൾ ഒരാൾ ജനിക്കുന്ന കാര്യം പറയുന്ന സമയത്ത് വാസ് ബോൺ എന്നാ പറയാ. എന്താ പറയാ? വാസ് ബോൺ. കാരണം നമ്മൾ ജനിക്കപ്പെടുന്നതാണ്, അതുകൊണ്ടാണ് വാസ് ബോൺ. എന്നാൽ ഒരിക്കലും എന്ത് എഴുതരുത്, ഈ പ്രൊഫൈൽ അവസാനിപ്പിക്കുന്ന സമയത്ത് ഷീ വാസ് ഡൈഡ് എന്നോ അല്ലെങ്കിൽ ഷീ വാസ് പാസ്ഡ് അവേ എന്നോ എഴുതാൻ പാടില്ല. കാരണം മരിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കാൻ പാടില്ല? വാസ് ഉപയോഗിക്കാൻ പാടില്ല. ജനിക്കുന്ന കാര്യം ബർത്ത് പറയുമ്പോൾ മാത്രമേ വാസ് ബോൺ ഓൺ എന്ന് പറയാൻ പാടുള്ളൂ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഷീ വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് പറയുന്നു? ഈ ഡേറ്റ് എഴുതി വെക്കുന്നു, എന്നിട്ട് ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. പ്രശ്നം തീർന്നു. അടുത്തത് അൽമ മാറ്റർ. എന്താ സാറേ അൽമ മാറ്റർ? എന്താ അൽമ മാറ്റർ എന്നറിയോ? അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ പൂർവ്വ വിദ്യാർത്ഥി എന്നാണ്. അതായത് എവിടെയാണ് പഠിച്ചത്, ഏത് സ്കൂളിലാണ് ഏത് കോളേജിലാണ് പഠിച്ചത് എന്നാണ് ഈ അൽമ മാറ്റർ. എവിടെയാണ്? കാലിഫോർണിയ ലേബർ സ്കൂളിലും പിന്നീട് ജോർജ് വാഷിംഗ്ടൺ ഹൈസ്കൂളിലുമാണ് പഠിച്ചത്. അപ്പൊ അൽമ മാറ്റർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് പഠിച്ചത്, എവിടത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാം. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഷീ സ്റ്റഡീഡ് അറ്റ്. എന്താണ്? ഷീ സ്റ്റഡീഡ് അറ്റ്. അൽമ മാറ്റർ പറയുന്ന സമയത്ത് സ്കൂളിന്റെയും കോളേജിന്റെ ഒക്കെ പേര് പറയുകയാണെങ്കിൽ ഷീ സ്റ്റഡീഡ് അറ്റ്. ഫ്രം എന്ന് പറയേണ്ട, ഷീ സ്റ്റഡീഡ് അറ്റ് ഡാഷ് ആൻഡ് ഡാഷ് അല്ലെ? രണ്ട് സ്ഥലത്തിന്റെ പേരാണ് പറഞ്ഞത്. ഷീ സ്റ്റഡീഡ് അറ്റ് ഡാഷ് ആൻഡ് ഡാഷ്. വളരെ സിമ്പിൾ ആണ്. ഇനി ചിലപ്പോൾ എന്ത് തരാം? അൽമ മാറ്റർ എന്ന് പറയാതെ സിമ്പിൾ ആയിട്ട് എഡ്യൂക്കേഷൻ എന്ന് തരാം. എന്ത് തരാം? എഡ്യൂക്കേഷൻ. അപ്പോഴും സെയിം പരിപാടിയാണ്. ദെൻ ഫേമസ് വർക്ക്സ് ആണ്. ഫേമസ് വർക്ക്സ് മലയാളം പ്രധാന കൃതികളാണ്. പല രീതിയിൽ എഴുതാം. നമുക്ക് വേണമെങ്കിൽ എന്ത് എഴുതാം? ഇങ്ങനെ എഴുതാം, ഹെർ ഫേമസ് വർക്ക്സ് ആർ എന്ന് എഴുതാം. എന്നിട്ട് എന്താണോ ഫേമസ് വർക്ക്സ് അത് കോമയിട്ട് 3 ഫേമസ് വർക്ക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ് ആർ ഡാഷ് കോമ ഡാഷ് ആൻഡ് ഡാഷ്. ഇനി 4 തന്നിട്ടുണ്ടെങ്കിൽ ഡാഷ് കോമ ഡാഷ് കോമ ഡാഷ് ആൻഡ് ഡാഷ്. മനസ്സിലാവുന്നുണ്ട്? ആ ഡാഷിന്റെ സ്ഥാനത്ത് നിങ്ങൾ വർക്ക് ചേർക്കാം. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ ആലോചിക്കും, സർ ഇത്രയും നേരം നമ്മൾ വാസ് എന്നല്ലേ എഴുതിയത്, എല്ലാം പാസ്റ്റ് ടെൻസിലല്ലേ എഴുതിയത്, പുള്ളിക്കാരത്തി മരിച്ചു പോയില്ലേ, പിന്നെ എന്താ വർക്ക്സ്? അത് മാത്രം 6. ഹെർ ഫേമസ് വർക്ക്സ് 6 എന്നല്ലല്ലോ, വേറെന്നല്ലേ പറയേണ്ടത്? അല്ല, കാരണം പുള്ളിക്കാരത്തിന്റെ വർക്ക്സ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് പുള്ളിക്കാരത്തിന്റെ ഫേമസ് വർക്ക്സ്. അപ്പൊ വർക്ക്സിന്റെ കാര്യം പറയാം നമ്മൾ എന്ത് പറയാ? ഹെർ ഫേമസ് വർക്ക്സ് 6 എന്ന് പറയാ. ഇനി ഇങ്ങനെ തന്നെ പറയണമെന്നില്ല. പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ പറയാം? പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെർ ഫേമസ് വർക്ക്സ്, വർക്ക് അല്ലേ, വർക്ക്സ് ആണ്, ഒന്നിലധികം ഉണ്ട്. സോ ഹെർ ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്, ഉൾപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ആ വർക്ക്സിന്റെ പേര് എഴുതി കൊടുക്കാം. ഹെർ ഫേമസ് വർക്ക്സ് ഇൻക്ലൂഡ്. അപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യാം. അടുത്തത് ഡെത്ത് ആണ്. ശ്രദ്ധിക്കുക, ഡെത്തിലും നമ്മൾ ഒരിക്കലും ഡെത്തിന് ഹി വാസ് ബോൺ ഓൺ എന്ന് എഴുതിയതുപോലെ ഹി വാസ് ഡൈഡ് എന്ന് എഴുതാൻ പാടില്ല. ഒരു തവണ കൂടി ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ എന്ത് എഴുതുക? ഹി ഡൈഡ്. ഒന്നുകിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? ഹി ഡൈഡ് ഓൺ. കാരണം എന്താ? ഇവിടെ ഓൾ ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, ഇയറും മന്തും ഡേറ്റും തന്നിട്ടുണ്ട്. ഇനി അല്ല, ഹി ഡൈഡ് ഓൺ തന്നെ പറയണമെന്നില്ല. കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് എന്ത് പറയാം? ഹി പാസ്ഡ് അവേ ഓൺ എന്ന് പറയാം. കുറച്ചുകൂടെ രസത്തിൽ നമുക്ക് എന്ത് പറയാം? ഹി പാസ്ഡ് അവേ ഓൺ എന്ന് പറയാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത്തരം ഡീറ്റെയിൽസ്, ഈ ഡീറ്റെയിൽസ് ഇലാബറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് ലെറ്റ്സ് സേ ഒരു ഗസ് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന പ്രൊഫൈല് സ്പൗസ് എന്ന് തരും. എന്ത് തരും? സ്പൗസ്. എന്താ സ്പൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് ഇവിടെ ഒരാളുടെ പേരും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, സ്പൗസ് എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നും ഭർത്താവെന്നും അല്ല അർത്ഥം. എന്താണ്? ജീവിത പങ്കാളി എന്നാണ്. എന്താണ്? ജീവിത പങ്കാളി. അപ്പോൾ ഇവിടെ നമുക്ക് മായ ആഞ്ചലോയുടെ സ്പൗസ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഷീ വാസ് മാരീഡ് ടു എന്ന് പറഞ്ഞിട്ട് ആളുടെ പേര് എഴുതി വെക്കും. ഇനി ഒരു പുരുഷനായിരുന്നെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഹി വാസ് മാരീഡ് ടു എന്ന് പറഞ്ഞിട്ട് ആരാണോ അവിടെ പേര് തന്നത് അയാളുടെ പേര് എഴുതി വെക്കും. ഇതാണെന്ത്? സ്പൗസ് എന്ന് പറഞ്ഞ പരിപാടി. ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ചിലപ്പോൾ നമുക്ക് ഓ ഹെൻറിയുടെ പ്രൊഫൈൽ അല്ലെ, നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ചാപ്റ്റർ എഴുതിയത് ഓ ഹെൻറി ആണ്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഓ ഹെൻറി എന്ന് പറയുന്നത് ഇയാളുടെ പെൻ നെയിമാണ്. ഓ ഹെൻറി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. അയാളുടെ ശരിക്കുള്ള പേര്, ഇഫ് ഐ എം നോട്ട് റോങ്,
വില്യം സിഡ്നി പോട്ടർ എന്നാണ്. അയാളുടെ റിയൽ നെയിം എന്താണ്? വില്യം സിഡ്നി പോട്ടർ എന്നാണ്. വില്യം സിഡ്നി പോട്ടർ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ തരും ഓ ഹെൻറിയുടെ പ്രൊഫൈൽ തരാൻ തന്നിട്ട്, അല്ലെങ്കിൽ തിരിച്ച് വില്യം സിഡ്നി പോട്ടർ തന്നിട്ട് പെൻ നെയിം ഓ ഹെൻറി തരും, അല്ലെങ്കിൽ തിരിച്ചും തരാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നേരത്തെ ചെയ്ത അതേ പരിപാടി, എന്ത്, ഓ ഹെൻറി ഹൂസ് റിയൽ നെയിം വാസ് വില്യം സിഡ്നി പോട്ടർ എന്ന് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, എന്ത്, വില്യം സിഡ്നി പോട്ടർ ഹൂസ് പെൻ നെയിം വാസ് ഓ ഹെൻറി. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഒരു പ്രൊഫൈൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഞാൻ എടുത്തു തന്നത്. ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് സാർ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്സ് കൂടെ കാണുമ്പോഴേ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി, അല്ലെങ്കിൽ എത്രത്തോളം യൂസ്ഫുൾ ആയി എന്നെനിക്ക് മനസ്സിലാവുള്ളൂ. സോ അതുകൊണ്ട് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് സാർ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാറോട് ഇങ്ങനെ കുറെ എഴുതിയൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്ത് തരാമല്ലോ? ഇതാ ഇവിടെ ഉണ്ട്. ഇതാ, മായ ഏഞ്ചലോ, whose real name was Margaret Annie Johnson, was a poet, essayist and civil rights activist. She was born on, ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ ഓൾ ഡീറ്റെയിൽസ് വന്നുകൊണ്ട് ഇവിടെ ഓൺ ആണ്. ഇൻ, ഒരു കാര്യം മറന്നുപോയി. ശരി, ഞാൻ പറഞ്ഞു പോകുമ്പോഴാണ് എന്താ കാര്യം എന്നറിയോ, ഇവിടെ നമുക്ക് സ്ഥലത്തിന്റെ പേര് തന്നിട്ടുണ്ട്, ജനിച്ച സ്ഥലത്തിന്റെ പേര് തന്നിട്ടുണ്ട്. സോ ഇവിടെ സെയിന്റ് ലൂയിസ് എന്ന് തന്നിട്ടുണ്ട്, മിസൗറി എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് US എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ തെറ്റിക്കാൻ, നമ്മൾ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്ക്, നമ്മൾ 3 സ്ഥലം കാണുമ്പോൾ നമ്മൾ ചെറിയ സ്ഥലത്തിന് മുമ്പിൽ, അതെങ്ങനെയാ ചെറിയ സ്ഥലം, മുമ്പുള്ള സ്ഥലം ചെറിയ സ്ഥലമായിരിക്കും എന്നൊരു കൺഫ്യൂഷനിൽ നമ്മളിവിടെ അറ്റ് അങ്ങ് ചേർക്കും. ചെയ്യാൻ പാടില്ല. അറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയ ലൊക്കാലിറ്റി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുക. എന്നാൽ സെയിന്റ് ലൂയിസ് എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സ്ഥലമാണ്, അതൊരു വലിയ എന്താ പറയാ സ്ഥലമാണ്. എങ്ങനെയാ സാർ നമുക്ക് മനസ്സിലാവുക? നമുക്ക് ഏകദേശം നമുക്കറിയുന്ന കുഞ്ഞൻ സ്ഥലങ്ങളാണെങ്കിൽ മാത്രം അറ്റ് ചേർത്താൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതിന്റെ മുമ്പിൽ ഒരു ഇന്ന് ചേർത്തിട്ട് കോമയിട്ട് അങ്ങ് എഴുതിയാൽ മതി. മനസ്സിലായോ? അത് കൺഫ്യൂഷൻ ആവരുതേ. ഒരിക്കലും മറ്റ് സെന്റ് ലൂയിസ് എഴുതരുത്. ഇവിടെ ഞാൻ എന്ത് തന്നെയാണ് എഴുതിയിട്ടുള്ളത്? ഇൻ സെന്റ് ലൂയിസ്, മിസൗറി, US. Okay. She studied at California Labor School and Inner School. Her famous works include Inner, and she passed away on May 28th, 2014. So, ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ആൻഡ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള മുഴുവൻ ഡിസ്കോഴ്സുകളും ഇങ്ങനെ ഗംഭീരമായി പഠിക്കാൻ വേണ്ടി ഞാനും JD സാറും ഇന്ന് വൈകുന്നേരം 7:30 ഒരു മെഗാ മാരത്തൺ വരുന്നുണ്ട്. ആ മാരത്തൺ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. നിങ്ങളുടെ ചാനലിൽ ലൈവ് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ താങ്ക് യു എവറിബഡി, ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്സ് in the comment box. Bye.